മുൻ ജന്മ പാപകർമ്മ ഫലം അതുണ്ടോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഉണ്ട്. കാരണം നമ്മളൊക്കെ ഇപ്പൊ ജീവിച്ചിരിക്കുന്ന നമ്മുടെ ഈ ജന്മമല്ലേ നമുക്കറിയാവുള്ളൂ. ഈ ജന്മത്തിൽ നമ്മൾ ചെയ്ത് കൂട്ടുന്ന ദുഷ്ടതകള്, കൊടും പാപങ്ങള് ഒരുപാടുണ്ട്. അതൊക്കെ പാപങ്ങളല്ലാന്ന് നമ്മളെ സൗകര്യം അനുസരിച്ച് നമ്മൾ തന്നെ അതിനൊരു ന്യായം കണ്ടെത്തുകയാണ്. ഇത് ചെയ്യുന്നതൊന്നും പാപമൊന്നുമല്ല, എനിക്ക് ജീവിക്കണ്ടേ, അതിനു വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നു എന്നുള്ളത്. പക്ഷെ ഇതെല്ലാം കൊടും പാപങ്ങൾ തന്നെയാണ്. നമ്മൾ ചെയ്യുന്ന ഓരോന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളും അല്ല പറയുന്ന, പാപമായി ചെയ്യുന്ന തെറ്റുകൾ ചെയ്യുന്ന നമ്മുടെ മനസ്സ്, നമ്മുടെ ഉപബോധ മനസ്സ് പറയും അത് തെറ്റാണെന്ന്. പക്ഷെ നമ്മുടെ മനസ്സ് അതിനെ ന്യായീകരിച്ച് നമ്മൾ മുന്നോട്ട് പോവാം. അങ്ങനെ നമ്മൾ ചെയ്യുന്നത് കാര്യം നമുക്ക് ചുറ്റിനും വരുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ കേട്ടിട്ടില്ലേ? ഒരാൾക്ക് ജീവിക്കാനുള്ള അയാൾക്ക് അർഹതപ്പെട്ടത് നമ്മൾ കൊടുക്കാതെ തട്ടിപ്പറിക്കുക. ശരിക്കും നമ്മുടെ ഭരണാധികാരികളൊക്കെ ഇന്ന് ചെയ്യുന്നത് അതാണ്. നമുക്ക് ജനങ്ങൾക്ക് കൊടുക്കേണ്ടതൊന്നും കൊടുക്കാതെ അവരും അവരെ വരുന്ന 100 150 തലമുറയ്ക്ക് വേണ്ടി അവരിതെല്ലാം ഇങ്ങനെ ഉറുമ്പ് സംഭരിക്കും പോലെ സംഭരിച്ചു വെച്ചുകൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഒരു നേരത്തെ അരി വാങ്ങിക്കാൻ നിവൃത്തിയില്ലാതെ നെട്ടോട്ടം ഓടുന്ന ആൾക്കാരുണ്ട്.